സമീപകാലത്ത് ഇന്ത്യയിൽ സംഭവിച്ച പൗരാവകാശ ധ്വംസനങ്ങളുടെയും ഫാസിസ്റ്റ് അതിക്രമങ്ങളുടെയും നേർചിത്രം വരച്ചു കാട്ടുകയാണ് മലപ്പുറം ശാന്തപുരത്ത് നടക്കുന്ന പ്രദർശനം. SIO, GIO സംയുക്ത ക്യാമ്പസ് സമ്മേളനത്തോടനുബന്ധിച്ചാണ് പ്രദർശനം ഒരുക്കിയത്. ഡൽഹി JNUവിൽ നിന്ന് കാണാതായ നജീബ് അഹമ്മദിന്റെ മാതാവ് ഫാത്തിമ നബീസ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ കാണാതായ നജീബ് അഹമ്മദിന്റെയും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ജീവത്യാഗം ചെയ്ത രോഹിത് വെമുലയുടെയും ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന കിടപ്പുമുറിയാണ് പ്രദർശന ഹാളിന്റെ പ്രവേശന കവാടം. പിന്നീട് മുസ്ലിം സ്വത്വത്തോടുള്ള കേരളീയ പൊതുബോധത്തെ പ്രതിഫലിപ്പിക്കുന്ന കാഴ്ചകളും തുറിച്ചുനോട്ടങ്ങൾക്കിടയിലൂടെ കടന്നുപോകേണ്ടി വരുന്ന പെണ്ണിന്റെ അവസ്ഥയും അനുഭവിച്ചറിയാം. അവളുടെ ഹിജാബ്, അവളുടെ പർദ്ദ, അവളുടെ വസ്ത്രധാരണം, ഇതിനെയൊക്കെയും ഒരു വിദ്വേഷ മനോഭാവത്തോടുകൂടി കാണുന്ന സമൂഹത്തിന്റെ പൊള്ളയായ മനോഭാവങ്ങളെ പൊളിച്ചെഴുതുകയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചെയ്യുന്നത്. ഇനിയൊരു ഖബറിസ്ഥാനിലേക്കാണ് പ്രവേശിക്കുന്നത്. ഫാഷിസത്തിന്റെ ഇരകളായ മുഹമ്മദ് അഖ്ലാഖിന്റെയും ജുനൈദിന്റെയും പെഹ്ലൂഖാന്റെയും ഖബറുകളുണ്ട് ഇവിടെ. തൊട്ടടുത്ത് റിയാസ് മൗലവിയുടെയും കൊടിഞ്ഞി ഫൈസലിന്റെയും ഖബറിടങ്ങൾ. ഇതിനിടയിൽ നജ്മൽ ബാബുവിന്റെ തുറന്നിട്ട കുഴിമാടം വേറിട്ടു നിൽക്കുന്നു. ഫാസിസ്റ്റ് ഭരണകൂടത്താൽ ഷഹീദായ ജുനൈദ്, അഖ്ലാഖ്, റിയാസ് മൗലവി, കൊടിഞ്ഞി ഫൈസൽ, ഒടുവിലത്തെ അസീം, പിന്നെ കാശ്മീരിലെ തന്നെ ഖബറിടങ്ങൾ, പേരില്ലാത്ത ഖബറിടങ്ങളുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലെ സെൽഫിയിൽ ഒതുങ്ങുന്ന പ്രതികരണം മുതൽ അഭയാർത്ഥി പ്രശ്നങ്ങളിലേക്ക് വരെ വിരൽ ചൂണ്ടുന്ന പ്രദർശനം വിസ്മൃതിയിലേക്ക് മറയുന്ന യാഥാർത്ഥ്യങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മീഡിയ 1 മലപ്പുറം.